ഇത് ടൊയോട്ട എൽസേറ്റിൻ്റെ ഷാസിയാണ്. ഇതാണ് വണ്ടി. ഇത് കസ്റ്റമർ നമുക്ക് വാട്സപ്പിൽ ഇതിൻ്റെ ഫോട്ടോ അയച്ചു തന്നെയാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ഗിയർ ബോക്സിൽ തന്നെ നമുക്ക് ഹൈ സ്പീഡ് ലോ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വെച്ചിരിക്കുന്ന സർവോ ആണ് ഇത്. ബാറ്ററി വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി അല്ല ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി ചെറിയ ബാറ്ററി ആയിക്കോളൂ. ഇത് കസ്റ്റമർ അപ്ഗ്രേഡ് ചെയ്തേക്കണുണ്ട് ഈ ഒരു ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി അപ്പം ഓണായിട്ടുണ്ട് കേട്ടോ. റിമോട്ടും ഓണായിട്ടുണ്ട്. സ്റ്റിയറിംഗ് സൈഡ് കുഴപ്പമില്ല. റിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പോകുന്നുണ്ട്. നമ്മൾ ചില ടൈമിന് ത്രോട്ട് കൊടുത്താൽ വണ്ടിക്ക് യാതൊരുവിധ അനക്കവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതാണ് ഈ ഒരു ആർസിയുടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. എൽസേറ്റ് ആർസിയുടെ റിയർ ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ടീത്തുകളെല്ലാം മെറ്റലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രഷ്ലെസ് ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ സെയിം സൈസിലുള്ള ബ്രഷ്ലെസ് മോട്ടറും അതേപോലെ തന്നെ ESC ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബ്രഷ്ലെസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന് നിലവിൽ വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷ്ഡ് മോട്ടർ കംപ്ലൈന്റ് ആയി പോയതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മോട്ടർ ഒന്ന് അഴിച്ചിട്ടൊന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കി ഇടാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സൈസിലാണ് ഇതിൻ്റെ ഒരു ബ്രഷ്ഡ് മോട്ടർ വരുന്നത്. അപ്പം നമുക്ക് ഈ മോട്ടർ ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താ കംപ്ലൈൻറ്റ് പറ്റിയേക്കണേ. എൽസേറ്റ് ആർസി കാരൻ്റെ മോട്ടറിൻ്റെ ഉൾസൈഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കാർബൺ ബ്രഷ് കംപ്ലീറ്റ് കത്തിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ കത്തിപ്പോയ കാർബൺ ബ്രഷ് മാറ്റിയിട്ട് നമ്മൾ ഇതിന് പുതിയ കാർബൺ ബ്രഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോട്ടറിന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗിയർ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. മോട്ടറിൻ്റെ ബ്രഷൊക്കെ മാറി സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഗിയർ ലോ സ്പീഡിലായിട്ട് ചേഞ്ച് ചെയ്തേണ്ട. നമുക്ക് എല്ലാ വണ്ടിക്കും ഇതേപോലെ ബ്രഷ് മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഹൈ സ്പീഡിലോട്ട് ഇടാം. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.